നിരാഹാരം എപ്പോഴും ഗാന്ധിജി പറയുന്നത് എതിരാളിയുടെ മനസ്സിൽ, അല്ലെ ആർക്കെതിരെയാണോ, ആരിൽ നിന്നാണോ മാറ്റം പ്രതീക്ഷിക്കുന്നത് അവരിലെ ഉള്ളിലെ മാനുഷികമായ വശത്തെ ഉണർത്തി പരിവർത്തനത്തിന് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് സത്യാഗ്രഹത്തിന്റെ അല്ലെങ്കിൽ നിരാഹാരത്തിന്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം എപ്പോഴും ആവർത്തിച്ചിരുന്നത്. നമസ്കാരം. വെറും തമാശയായി തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ പാറ്റകളുടെ പാർട്ടി എന്ന് തന്നെ പറയാം. പക്ഷെ ഇന്നിപ്പോൾ ആ പാറ്റയ്ക്ക് അർത്ഥതലങ്ങൾ മാറിയിരിക്കുന്നു. ഇത് ഇപ്പോൾ ദില്ലിയിൽ ആരംഭിച്ച ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 1974 ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ അതേ വാർപ്പ് മാതൃകയാണ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 1973 ഗുജറാത്തിൽ വിദ്യാർത്ഥികൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ സർവകലാശാല ഫീസ് ഉയർത്തിയതിലും അവിടുത്തെ അഴിമതിയിലും പ്രതിഷേധിച്ച് നവനിർമ്മാൺ പ്രസ്ഥാനം തുടങ്ങുന്നു. അത് കഴിഞ്ഞ് 74 ബീഹാറിൽ വിദ്യാർത്ഥികൾ സമാനമായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടും ബീഹാർ സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ബീഹാർ ഛത്ര സംഘർഷ മുന്നേറ്റം ആരംഭിക്കുന്നു. അതിലേക്ക് വിദ്യാർത്ഥികൾ ജയപ്രകാശ് നാരായണനെ ക്ഷണിക്കുകയാണ്. അങ്ങനെയാണ് 1974 ജൂൺ 5 പാറ്റ്നയിലെ ഗാന്ധി മൈതാനത്തിൽ ജയപ്രകാശ് നാരായണൻ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ബീഹാർ ഗവൺമെന്റിന്റെ രാജി മാത്രമല്ല നമുക്ക് ആവശ്യം, ഇന്ത്യൻ സമൂഹത്തെ പുനഃക്രമീകരിക്കുകയാണ് ഇന്നിന്റെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ആ പുനഃക്രമീകരണത്തിന് അദ്ദേഹം 7 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. 1, രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹികം, സാംസ്കാരികം, വിദ്യാഭ്യാസം, ആശയപരം, പിന്നീട് ഏറ്റവും ഒടുവിൽ 7ാമത്തേതായി ആധ്യാത്മികം അഥവാ ധാർമ്മികത. ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ ക്രമീകരിക്കാനുള്ള സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തത്. നമുക്കറിയാം, പിന്നീടത് തൊട്ടടുത്ത ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ അസാധുവാക്കുന്നു. ജൂൺ 25 JP രാജ്യവ്യാപകമായി നിസ്സഹകരണത്തിന് ആഹ്വാനം ചെയ്യുന്നു. ജൂൺ 25 രാത്രിയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആവശ്യപ്പെട്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതെന്തിനാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നീറ്റ് പരീക്ഷയിൽ നടത്തിയ ചോദ്യപേപ്പർ ലീക്ക്, അതേപോലെ തന്നെ NDA നടത്തിയ മറ്റു പരീക്ഷകളിലെ ക്രമക്കേടുകൾ, CBSEയുടെ ഉത്തരപേപ്പർ നിർണയിക്കുന്നതിലെ അപാകതകൾ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഒരു നിര പോലെ വരികയും ഈ പശ്ചാത്തലത്തിലാണ് ഈ തമാശയായി തുടങ്ങിയ CJP അവരൊരു പക്ഷേ ഒരു അസ്തിത്വം തേടൽ എന്ന പോലെയാണ് ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ലീക്കായതിൻ്റെ പേരിലും 10-20 വിദ്യാർത്ഥികൾ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഉപജ്ഞാതാവായ അഭിജിത്ത് ദിക്കെ അമേരിക്കയിൽ നിന്ന് മടങ്ങി ഇന്ത്യയിലെത്തുകയും ഇവിടെ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു. ഈ പ്രക്ഷോഭത്തിന്റെ തുടക്ക സമയത്ത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ ആവേശമൊന്നും ദില്ലിയിൽ കണ്ടില്ല. ആ ദിവസങ്ങളോളം ജന്തർ മന്ദിറിൽ അപൂർവം ചില നേതാക്കന്മാർ, വിശേഷം കേരളത്തിൽ നിന്നുള്ള CPM-ന്റെ ഒക്കെ നേതാക്കന്മാരായിരുന്നു കൂടുതലും അവിടെ എത്തിപ്പെട്ടത്. ചില പ്രസംഗങ്ങളും മറ്റുമൊക്കെ നടക്കുന്നതല്ലാതെ ഈ പ്രക്ഷോഭം രാജ്യശ്രദ്ധ ആകർഷിച്ചിരുന്നില്ല. എന്നാൽ സോനം വാങ്ചുക്കിനെ ആ വേദിയിലേക്ക് കൊണ്ടുവന്ന് നിരാഹാരം ആരംഭിച്ചോടുകൂടി ഈ പ്രക്ഷോഭത്തിൻ്റെ രീതിയും ശ്രദ്ധയും മാറുകയാണ്. സ്വാഭാവികമായിട്ടും സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം നമ്മളുടെ ജനിതക സ്മൃതിയിലുള്ള എന്തിനെയൊക്കെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. കാര്യം എപ്പോഴും നിരാഹാരം, സത്യാഗ്രഹം എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ കോശസ്മൃതിയിൽ യഥാർത്ഥത്തിൽ ഉണരുന്നത് ഗാന്ധിജിയും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച മൂല്യങ്ങളുമാണ്. അവയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നാം അറിയാതെ ഓരോ ഇന്ത്യക്കാരിലും അത് സംഭവിക്കും
എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് 2011 വളരെ വിദഗ്ധമായിട്ട് ഈ ഒരു ഇന്ത്യൻ ജനതയുടെ കോശസ്മൃതിയിലെ ഈ ഒരു ഗാന്ധി DNA ഉണർത്തുന്നതിൽ അരവിന്ദ് കെജ്രിവാൾ വളരെ മനോഹരമായി വിജയിക്കുകയുണ്ടായി. അണ്ണാ ഹസാരെ ഡൽഹിയിലെത്തി ഇതേപോലെ നിരാഹാര സമരത്തിൽ ഏർപ്പെടുത്തി. അതവിടെ യഥാർത്ഥത്തിൽ ഒരു ആത്മാർത്ഥമില്ലാത്ത, ആർജവമില്ലാത്ത ഒരു തട്ടിപ്പ് പരിപാടിയാണ് അന്ന് അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഗാന്ധിജിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരു ചൂല് ചിഹ്നമാകില്ല. പക്ഷേ അത് ഇന്ത്യൻ ജനതയ്ക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് വൈകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോഴും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനത ഒന്നാകെ ഉണർന്നത് അണ്ണാ ഹസാരെയുടെ നിഴലിലൂടെ, അല്ലെങ്കിൽ ഒരു നിഴലാട്ടത്തിലൂടെ ഗാന്ധിജിയുടെ സ്മൃതിയാണ് ഉണർന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ജനത അന്ന് ആ രീതി ഉണർന്നത്. ഇവിടെ വാങ്ചുക്കും നിരാഹാരം തുടരുന്നു. നിരാഹാരം എപ്പോഴും ഗാന്ധിജി പറയുന്നത് എതിരാളിയുടെ മനസ്സിൽ, അല്ലെ ആർക്കെതിരെയാണോ, ആരിൽ നിന്നാണോ മാറ്റം പ്രതീക്ഷിക്കുന്നത് അവരിലെ ഉള്ളിലെ മാനുഷികമായ വശത്തെ ഉണർത്തി പരിവർത്തനത്തിന് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് സത്യാഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ നിരാഹാരത്തിൻ്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം എപ്പോഴും ആവർത്തിച്ചിരുന്നത്. ഇവിടെ വാങ്ചുക് ഒരാഴ്ച കഴിയുന്നു. പക്ഷെ അപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെയോ നമ്മുടെ പ്രധാനമന്ത്രിയുടെയോ ഹൃദയത്തിൽ അലിവുണ്ടാവുന്നില്ല. സഹജീവിയുടെ ഒരു ജീവൻ അവിടെ നിരാഹാരത്തിലൂടെ പ്രവേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക പോലും നമ്മുടെ കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ചില്ല. 2 ആഴ്ച കഴിയുന്നു. അപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനക്കമുണ്ടാവുന്നില്ല. പക്ഷേ ഇത് ഇന്ത്യൻ ജനത മുഴുവൻ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോഴേക്കും ലോകശ്രദ്ധയും ഇതിലേക്ക് വരികയുണ്ടായി. 20ാമത്തെ ദിവസവും കഴിയുന്നു. 21ാമത്തെ ദിവസം വളരെ ഒരു എന്തോ മറച്ചു പിടിക്കാൻ ഉണ്ട് എന്നുള്ളതുപോലെ വളരെ തിരശ്ശീല കൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് സോനം വാങ്ചുക്കിനെ അവിടെ നിന്ന് റാഞ്ചിക്കൊണ്ടു പോകുന്നത് പോലെ ഒരു ബോധ്യമാണ് ഇന്ത്യൻ ജനതയ്ക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടായത്. തീർച്ചയായിട്ടും സുപ്രീം കോടതി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് നിയമപരമായി ന്യായമായ കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷെ അപ്പോൾ പോലും ഈ 21 ദിവസത്തിനുള്ളിൽ പോലും കേന്ദ്ര സർക്കാർ ഈ പ്രക്ഷോഭകരുമായി സംസാരിക്കാനോ സംവദിക്കാനോ അതല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് കേൾക്കാനോ ഒരു ചർച്ചയ്ക്കോ തയ്യാറായില്ല എന്നുള്ളതാണ് ജനായത്ത സംവിധാനത്തിലെ ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നത്. അതാണ് അന്ന് കേന്ദ്ര സർക്കാർ ഈ യുവാക്കളോട് സംസാരിച്ച് അവരുടെ വിഷയങ്ങൾ കേട്ട് അനുഭാവപൂർവ്വം നടപടി സ്വീകരിക്കാമെന്നോ അതല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്തോ അതല്ലെങ്കിൽ സോനം വാങ്ചുക്കുമായിട്ട് ചർച്ച ചെയ്തോ ഇതിന് ഏതെങ്കിലും ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുപോയിരുന്നു എങ്കിൽ ഒരുപക്ഷെങ്കിൽ ഇത്രയും വലിയൊരു പ്രക്ഷോഭം രാജ്യം കാണില്ലായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യൻ യുവത്വം സർക്കാരിനെതിരെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ഒരു ധാരണ ഇന്ന് ലോകത്തെമ്പാടത്തും പരക്കുകയും ഉണ്ടായി. പക്ഷേ അവിടെയും നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപജയം എന്ന് പറയുന്നത് ജനായത്ത സംവിധാനത്തിലെ സംവാദങ്ങൾക്ക്, ഡയലോഗുകൾക്ക് ഈ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ജനായത്ത വിരുദ്ധവും ഒരു പരിധിവരെ മനുഷ്യത്വരഹിതവുമായ നടപടിയാണ് ഇന്ത്യൻ ജനതയെ മുഴുവൻ രോഷത്തിലേക്ക് തള്ളിയിട്ടത്. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ കാണുന്നത് വിദ്യാർത്ഥികളിലൂടെ പ്രകടമായ വികാരം അവർ പൊതുവിൽ അസ്വസ്ഥരാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ പ്രക്ഷോഭം ഇന്ന് രാജ്യം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു. ഈ രാജ്യം മുഴുവൻ ഈ പ്രക്ഷോഭം ഏറ്റെടുത്ത അവസ്ഥയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മാത്രമല്ല ഒരു ആവശ്യം, മറിച്ച് അതിലും വലുതായ എന്തോ ഇന്ത്യൻ ജനത തേടുന്നു എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് ഈ പ്രക്ഷോഭത്തിലൂടെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്.